ഹായ് ഹലോ മോംസ് വേഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ, ആലു പൊറോട്ട. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിൽ 2 ഗ്ലാസ്സിന് നമ്മുടെ ആശീർവാദ ആട്ടാപ്പൊടി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് 2 ഗ്ലാസ് എടുക്കുക. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആവശ്യം എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഇതിലൊരു 12 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ 2 ഗ്ലാസ് പൊടി എടുത്തതിന് 12 പൊറോട്ട എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ പൊടിയെല്ലാം ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക പ്ലീസ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും. അതും കൂടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയം കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിന് ശേഷം ഉപ്പിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഞാൻ 1 ടീസ്പൂണ് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കുഴയ്ക്കുമ്പോൾ നല്ലപോലെ തന്നെ കുഴച്ചെടുക്കുക. കുഴയ്ക്കുന്നതിലൊക്കെയാണ് നമുക്ക് ഈ ചപ്പാത്തിക്കൊക്കെ നല്ല മയം കിട്ടുന്നത്. അപ്പോൾ നല്ലപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്കൊരു 10-15 മിനിറ്റോ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ നല്ലപോലെ നമ്മുടെ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതൊന്നും വലിയ പാടുള്ള പണിയൊന്നും അല്ല. നമ്മൾ മനസ്സ് വെച്ചാൽ എല്ലാം പെട്ടെന്ന് നടക്കും കേട്ടോ. ഒത്തിരി സമയമൊന്നും വേണ്ട. ഇതിന് പിന്നെ പ്രത്യേകിച്ച് കറിയും വേണ്ട. അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരല്പം ഓയിൽ കൂടെ എടുത്ത് ഇതിൻ്റെ മണ്ടയ്ക്കെല്ലാം ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി ഒരു 10-15 മിനിറ്റോ വെക്കാം റെസ്റ്റ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അതെടുക്കുക. ഞാൻ വെളിച്ചെണ്ണയില്ല ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിനുള്ള എടുത്തിട്ടുണ്ട്. ഞാനൊരു 3-4 ചെറിയ പൊട്ടറ്റോ പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ സമയം തീ ഒരുപാട് കൂട്ടി വെച്ചാൽ ഇത് ഒരുപാട് അങ്ങ് മൊരിഞ്ഞ് അതിൻ്റെ മണമൊക്കെ വേറെയാവും. അതുകൊണ്ട് തീ കുറച്ച് വെച്ച് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചോപ്പ് ചെയ്തെടുത്തതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ സവാളയും അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ 1 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ലതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക. 1 പച്ചമുളക് ചേർത്തിട്ടുണ്ട് എരിവിന്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അതിൻ്റെ പച്ചമണവും മാറണം. അതുപോലെ തന്നെ ഇതെല്ലാം നല്ലപോലെ വെന്തും കിട്ടണം. നല്ലപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ കരിഞ്ഞു പോകാതെ തീ മാത്രം നോർമലി ചൂടിൽ വയ്ക്കുക. എത്ര നിങ്ങൾക്ക് അറിയാമല്ലോ, ചട്ടി നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെയും സ്റ്റൗവിൻ്റെയൊക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചൂട്. അപ്പോൾ അതനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ വയ്ക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിന് മാത്രം ആവശ്യത്തിനുള്ള ചേർത്താൽ മതി. ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ കുറച്ച് നേരം ഒരു 2-3 മിനിറ്റോളം ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. എങ്കിലേ ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇത് നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. 2-3 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ മുളക് പൊടിയും ഈ സവാള ഇതെല്ലാം എല്ലാ സ്ഥലത്തും മിക്സായി കിട്ടണം. അതുപോലെ നല്ലപോലെ ഒന്ന് വഴറ്റി ഏകദേശം ഒരു 3 മിനിറ്റ് മതിയാവും. കുറഞ്ഞത് 2 മിനിറ്റെങ്കിലും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇത്രയും വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്തൊന്ന് മിക്സാക്കാം.
അപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ ഇതിന്. ആ മല്ലിയിലയുടെയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ ഒരു പ്രത്യേക മണവും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത്, ഞാനൊരു പകുതി ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നീര് ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. ഒരു നല്ല പുളിപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് പുളിപ്പൊന്നും കാണത്തില്ല, നോർമലി പുളിപ്പ്, ചെറിയൊരു പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വാങ്ങി മാറ്റി വയ്ക്കാം. അതൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മാവിൻ്റെ പരുവം നമുക്ക് നമ്മൾ വെച്ച സമയം 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി ഒന്നുകൂടെ കൈകൊണ്ട് നല്ലപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നല്ലതുപോലെ ഒന്ന് അമർത്തി കുഴച്ചെടുക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ആകുമ്പോഴേ ചപ്പാത്തിക്ക് നല്ല പെർഫെക്റ്റായിട്ട് ചപ്പാത്തി കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ മാവെടുത്ത് ചെറിയ ഉരുളകളാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് ഉരുട്ടി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ഉരുട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മസാലയും ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ട് ചെറിയൊരു ചൂടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്നവർക്ക് ഇത് വലിയ പ്രശ്നം ആവത്തില്ല. പക്ഷേ ആദ്യമായിട്ട് ചെയ്യുന്നവർ അങ്ങനെ ചൂടോടെ ഒന്നും ചെയ്യരുത്. അപ്പോൾ ഇപ്പോൾ ഇതിന് ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ അതും ചെറിയ ഉരുളകളാക്കി നമുക്കൊന്ന് ഉരുട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കൗണ്ടർ ടേബിളിൽ തന്നെ കുറച്ച് മാവ് ഇതുപോലെ ഒന്ന് വിതറിയതിന് ശേഷം ഞാനിതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നൈസായിട്ട് നമ്മുടെ ചപ്പാത്തി നമ്മൾ പരത്തിയെടുക്കണ്ട. ഇച്ചിരി കട്ടിക്ക് തന്നെ നമുക്കതൊന്ന് പരത്തിയെടുക്കാം. ഒത്തിരി നൈസായി പോകണ്ട. വലുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമുക്ക് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള മസാല ഇതുപോലെ ചപ്പാത്തിയുടെ നടുഭാഗത്തൊന്ന് വെച്ചതിന് ശേഷം ഇതുപോലെ 2 ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം ഇത് തിരിച്ചു വയ്ക്കുക. തിരിച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് ഒരുപാട് അമർത്തി നമ്മൾ നേരത്തെ ചപ്പാത്തി പരത്തിയ പോലെ പരത്തരുത്. വലിയ ബലം കൊടുക്കാതെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത് കല്ലേ ചുട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാവും. കണ്ടോ, ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. അതല്ല ഇനി നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടണമെന്നുള്ളവർ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചപ്പാത്തി പരത്തിയതിന് ശേഷം മസാല നടുക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് 4 ഭാഗവും പിടിച്ച് ഇതുപോലെ ഒന്ന് കൂട്ടിയെടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം മണ്ടഭാഗം വേണമെങ്കിൽ പിച്ചി മാറ്റിയെടുക്കാം നിങ്ങൾക്ക്. ഇല്ല അങ്ങനെ വെച്ചിട്ടായാലും കുഴപ്പമൊന്നുമില്ല. വീണ്ടും അത് തിരിച്ച് വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് അമർത്തി പിടിക്കാതെ, അമർത്തിയാൽ പൊട്ടിപ്പോവും, നമ്മുടെ ഫില്ലിങ് പുറത്ത് വരും. അതുകൊണ്ട് ഒത്തിരി അമർത്തരുത്. ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇനി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഓയിൽ ഇതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ബ്രഷ് കൊണ്ടൊന്ന് തൂത്ത് കൊടുക്കുകയോ ചെയ്താൽ മതി കേട്ടോ. അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ തിരിച്ചും മറിച്ചിട്ട് നല്ലപോലെ നമ്മൾ മൂപ്പിച്ചെടുക്കുക. നല്ല സ്മൂത്തായിട്ടുള്ള നല്ല പഞ്ഞു പോലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ അതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ല് നല്ല ചൂടായിരിക്കുമ്പോൾ തന്നെ ഇത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് വേവിച്ചെടുക്കുക. ഓയിൽ ഞാൻ നേരത്തെ സ്പൂൺ കൊണ്ടാണ് ഒഴിച്ച്. ഇപ്പോൾ ഇതുപോലെ ഒരു ബ്രഷ് വല്ലതും ഉണ്ടെങ്കിൽ എളുപ്പത്തിന് പറഞ്ഞു തരുന്ന കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. അപ്പോൾ നെയ്യിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുന്ന, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. പക്ഷേ എനിക്ക് ഓയിലിൽ ചെയ്യുന്നത് ഒന്നുകൂടെ ഇഷ്ടം തോന്നി, അതുകൊണ്ട് അങ്ങനെ ചെയ്യുക. അതാ ഇഷ്ടം, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ തിരിച്ചും മറിച്ചിട്ട് ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബ്രഷ് കൊണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് ഒഴിച്ചാലും മതിയാവും. ഇതാകുമ്പോൾ പിന്നെ എല്ലാ സ്ഥലത്തും ഒന്ന് ഇട്ടുകയും ചെയ്യും നല്ലപോലെ. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒത്തിരി അങ്ങ് അത് കരിഞ്ഞും പോകരുത്. നമുക്കറിയാമല്ലോ പരുവം, അതിനനുസരിച്ച് മൂപ്പിച്ചെടുക്കുക. അപ്പം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. പൊങ്ങി വരുന്നുണ്ടോ, നല്ല ടേസ്റ്റായിട്ടോ, കണ്ടോ, വീർത്ത് വരുന്നുണ്ടോ. ഇത് കണക്ക് എല്ലാം ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.